ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അമ്മയുടെ കടയിൽ പോകുന്ന ഒരു വീഡിയോ ആണ്. അമ്മയുടെ കടയിൽ പോയി അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കുന്നു. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അമ്മ രാവിലെ 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകും. അപ്പം ഞാൻ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് 10 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്നാണ് കരുതിയത്. ഇതിൽ 10 മണിക്കാണ് ബസ്. പക്ഷെ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ 11:45 പിന്നെ അങ്ങോട്ട് ബസ്സുണ്ട്. അവിടെ ആയാലും 2 ബസ് കയറി പോകണം. അപ്പം ഞാൻ 11:45 ബസ്സിനാണ് പോയത്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ താമസിച്ച്. ഞാൻ ഇൻട്രോ എടുക്കാൻ നേരത്ത് ക്യാമറയൊക്കെ ഓണാക്കി ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ബസ്സിൻ്റെ ഹോൺ കേൾക്കുന്നു. പിന്നെ ഞാൻ വേഗം പോയി കയറി. പിന്നെ ഞാൻ ഇൻട്രോ എന്നാൽ വന്നിട്ട് എടുക്കാമെന്ന് വെച്ചു. 2:30 ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് വീടിൻ്റെ അടുത്ത് എത്തി. അപ്പം ഞാൻ കരുതി എന്നാൽ ദേവൂട്ടനെയും കൂടെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിയിട്ട് വരാം. പിന്നെ ഞാൻ 3:30 ആകുമ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി പോകണ്ടേ, വെയിലല്ലേ. അങ്ങനെ ഈ കൊച്ചിനെയും കൂടെ അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന്. ഈ കൊച്ചാണെങ്കിൽ അവിടെ മറ്റുള്ള പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങാതെ കണ്ണും മിഴിച്ചിരിക്കുന്നു. ഓക്കെ, അമ്മയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. അറിയത്തില്ലേ? എന്നാ ഞാൻ പിണക്കുവാ. ലൈക്ക് ചെയ്യണമെന്ന് പറ. ഓക്കെ, പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ എന്താണ്ട് അമ്മയുടെ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഉച്ചയായതുകൊണ്ട് തന്നെ അമ്മയ്ക്കുള്ള ചോറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവാണ്. ആരുമില്ല വഴിയിലെങ്കിൽ. അല്ലെങ്കിൽ ഈ വഴിയിലൊന്നും വലുതായിട്ട് ആരും കാണത്തില്ല. രാവിലെയും വൈകുന്നേരം ഒക്കെ ഉള്ള ആളേ ഉള്ളൂ. ഉച്ചയാകുമ്പോൾ ആരും കാണത്തില്ല. അങ്ങനെ വേണ്ട, ഞാൻ ബസ് സ്റ്റോപ്പ് എത്തി. വിജനമായ വഴിയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ കുഞ്ഞ് ബസ് സ്റ്റോപ്പ്. അവിടെ എത്തിയിട്ട് ആരും ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഞാൻ കുറച്ച് പോസൊക്കെ ഇരുന്ന് കാണിക്കുകയാണ്. അങ്ങനെ പോസ് കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സെൻറ്റ് ജൂഡ് ബസ് വന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അതിലേക്കൂട്ടുള്ള ഒരു ബസ്സാണ്. ഈ ഒരു ബസ്സേ ഉള്ളൂ ഈ റൂട്ട്. ആ ബസ്സിൽ കയറി ഞാനങ്ങനെ പുതുപ്പള്ളി സ്റ്റാൻഡിൽ ഇറങ്ങി. പിന്നെ അവിടുന്ന് ഒരു ബസ്സും കൂടി കയറണം അമ്മയുടെ കടയിലേക്ക് പോകാനായിട്ട്. 2 ബസ് കയറണം. അങ്ങനെ സാൻ ജോസ് എന്ന് പറഞ്ഞൊരു ബസ് വന്ന് പള്ളിയുടെ അടുത്തുകൂടി പോകുന്ന ആ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ അമ്മയുടെ കടയിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതുപ്പള്ളി പള്ളി. അതിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ. അവിടെ നല്ല തിരക്കുണ്ടായിരിക്കും എപ്പോഴും. തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് എപ്പോഴും നല്ല തിരക്കുണ്ടായിരിക്കുമേ. അപ്പോൾ അതാണ് പള്ളി. കണ്ട എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. 2 സൈഡിലും വയലും ഒക്കെയാണ്. അതുകൊണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോഴേ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ അങ്ങനെ ബസ്സിലിരുന്ന് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കുറേ പേര് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഈ പെണ്ണ് എന്താ ഈ ചെയ്യുന്നതെന്നൊക്കെ. അതൊന്നും ആദ്യമൊക്കെ എനിക്ക് ചമ്മലായിരുന്നു. ഈ ബ്ലോഗർമാരൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് വന്നിരുന്ന് ഓരോ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് ആലോചിച്ച്. അങ്ങനെ നല്ല വയലൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത് കുറേ കടയൊക്കെ ഉണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വയലിൽ കൃഷിക്കാരുണ്ടല്ലോ എന്തോ ഇങ്ങനെ വാരി വിതറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുകയൊക്കെ പോലെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്തോ വളവും എന്തോ ആണെന്ന് തോന്നുന്നു. കണ്ടോ, പുക ഇങ്ങനെ വരുന്നുണ്ട് ഇടയ്ക്ക്. അത് ഇടുന്നതിൻ്റെ പൊടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പാലത്തിൻ്റെ അവിടെയാണ് ബസ് ഇറങ്ങേണ്ടത്. അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പയ്യെ നടന്ന് പോവാണ്. അമ്മയുടെ കടയുടെ അവിടുത്തെ വ്യൂ കണ്ടോ, നല്ല ഭംഗിയാണ്. 2 സൈഡിലും പാടമല്ലേ, അതുകൊണ്ട് നല്ല കാറ്റും നല്ല എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ വീഡിയോയിൽ കാണുന്നതിനേക്കായി നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ പറ്റും. ഉച്ച സമയം കൂടെ അല്ലേ. അപ്പോഴത്തേക്ക് ഇങ്ങനെ നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ്. അവിടെ വന്ന് ചായ കുടിക്കാനാണെങ്കിൽ കുറേ നേരം നല്ല ഇളം കാറ്റൊക്കെ അടിച്ച് കുറേ പേര് വന്ന് അവരുടെ റെസ്റ്റൊക്കെ എടുക്കുകയും അവിടെ ഇങ്ങനെ ചെറിയ കല്ലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വന്നിരിക്കാനായിട്ട്. അപ്പോൾ അതിലേ പോകുന്നവരൊക്കെ വന്ന് അവിടെ ഇരിക്കുകയും ചോറ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ കാണാം. അങ്ങനെ അതാണ് നമ്മുടെ അമ്മയുടെ കട. അമ്മയ്ക്ക് ബജ്ജിക്കടയാണേ. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമെന്ന്. എന്നാലും അമ്മ എന്നെ അത്ര പ്രതീക്ഷിച്ചില്ല. എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നതുകൊണ്ട് അമ്മ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു. അമ്മ അതിൻ്റെ തിരക്കിൽ നിന്നുകൊണ്ട് ഒട്ടും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇത് അമ്മയുടെ കടയുടെ പുറകിലൊക്കെ കണ്ടു പാടമാണ്. അങ്ങ് വരെയും പാടമാണ്. അരമ്പല്ലൂരാണ് ഈ സ്ഥലം. അങ്ങനെ ഞാൻ പയ്യെ പുറകെ കൂടി ഇങ്ങനെ നൈസായിട്ട് ചെന്നപ്പോൾ ചായ എടുത്തുകൊണ്ടിരിക്കുക. അമ്പടി കൊച്ചു കള്ളി നീ വന്നോ എന്നുള്ള നോട്ടത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എത്തി നോക്കി. ചായ എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കല്ലേ. വന്നല്ലേ. അപ്പോഴത്തേക്ക് അമ്മ പരിപ്പോടെ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നാലോ എന്ന് കരുതിയിട്ട് ഇത്തിരി മാവ് വെച്ചിരുന്നതാന്ന് പറഞ്ഞു. വരുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ വല്ലതുമൊക്കെ വേണ്ടേ. അപ്പം അങ്ങനെ വെച്ചിരുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പരിപ്പോടെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു 2ാമത്തെ ട്രിപ്പ്. അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബോണ്ടയും ഇടണമായിരുന്നു. ഞാൻ വരുന്നതുകൊണ്ട് കുറച്ചും കൂടി അമ്മ ലേറ്റായി. അല്ലെങ്കിൽ അമ്മ പകുതിയൊക്കെ ഇട്ട് തരുന്നത്. അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മ എന്നാൽ ഞാനത് കോരി മാറ്റാമെന്ന് പറഞ്ഞു.
ചൂടല്ലേ, ഭയങ്കര ചൂട് കാരണം എപ്പോഴും അമ്മയാണെങ്കിൽ വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞാൻ ബോണ്ടയൊക്കെ എടുത്ത് കോരി മാറ്റി. അപ്പോൾ എനിക്കും ദാഹമായിട്ട് അമ്മ പിന്നെ എനിക്കൊരു സോഡാ നാരങ്ങ ഇട്ട് തന്നേ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നേ, അത് സേവ് ആയില്ലായിരുന്നു. അതാണ് കാര്യം. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തായിരുന്നു, അത് സേവ് ആയില്ല. അങ്ങനെ പിന്നെ അതെല്ലാം ഞാൻ കോരിയിട്ട് എണ്ണ തോരാൻ വേണ്ടിയിട്ടാണ് ആ പാത്രത്തിലോട്ട് കോരിയിടുന്നത്. അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് കൊടുത്തു. അമ്മയാണ് ഉണ്ടാക്കിയത്, ഞാൻ ചുമ്മാ കോരിയിടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ വൈകിട്ടും അച്ഛൻ്റെ കൂടെയാണ് വരുന്നതും പോകുന്നതൊക്കെ. അങ്ങനെ അതെല്ലാം ഞാൻ കോരിയിട്ടു. പിന്നെ ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പിന്നെ അമ്മ പറഞ്ഞു എന്നാൽ അതെല്ലാം കൊണ്ട് അടുക്കി വെക്കാനായിട്ട് പറഞ്ഞു, ഗ്ലാസ് പെട്ടിയിലോട്ട് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ എങ്ങനെയാണ് ഇടുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു വേഗം അങ്ങോട്ട് വാരി തട്ടിയിട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ ഇടാൻ ഒരു മടി, ഞാൻ ഭയങ്കര ഡിസൈനൊക്കെ ഇട്ട് അടുക്കി വെക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു അടുക്കുന്നതൊക്കെ കൊള്ളാം, പിരമിഡ് പണിതുകൊണ്ട് നിൽക്കാതെ വേഗം അടയ്ക്ക്, ബസ്സൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ പൊടിയൊക്കെ ഇങ്ങനെ അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്നിട്ട്. പിന്നെ താഴത്തെ തട്ടിയിൽ ബോണ്ടയില്ലേ, ബോണ്ട ഇവിടെ നമ്മളും അവിടെ ബോണ്ടയെന്ന് തന്നെ പറയുന്നത്, ബോണ്ട അത് താഴത്തെ തട്ടിയിൽ ഇട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അമ്മ ഏത്തയ്ക്കാപ്പം ഇട്ടിട്ടുണ്ടായിരുന്നേ. ഏത്തയ്ക്കാപ്പം പിന്നെ ഞാൻ ചുമ്മാ വന്ന് ചട്ടുകല്ല തവി എടുത്തിട്ട് ചുമ്മാ ഇളക്കി. അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ, എടുക്കണ്ട, കുറച്ചും കൂടെ കഴിയിട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചുമ്മാ എന്താണ്ടൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇടയ്ക്ക് പിന്നെ കുറച്ച് ഏത്തയ്ക്കയൊക്കെ പൊളിച്ച് കൊടുക്കാമെന്ന് വെച്ചു. അമ്മയ്ക്ക് അറിയാമല്ലോ സൈസിന് അരിയാനായിട്ട്, എനിക്കറിയത്തില്ലായിരുന്നേ. അത് ചില ഏത്തയ്ക്കാണെങ്കിൽ 3 പീസാക്കും, ചിലത് 2. അപ്പോൾ ഞാനെടുത്ത് 2 ആക്കിയാൽ മതിയായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. ഞാനത് 3 പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു സാരമില്ലമ്മ, ആരെങ്കിലും ഇനി വരുവാണെങ്കിൽ ഒരെണ്ണം എക്സ്ട്രാ കൊടുത്തേരാം, 5 രൂപയ്ക്ക് കൊടുത്താൽ മതി ഒരെണ്ണം, ഇത് 2 അങ്ങനെ 10 രൂപയ്ക്ക് കൊടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് നിൽക്കുകയാണ് അമ്മ. അന്നേരം ബാക്കി വെന്ത ഏത്തയ്ക്കാപ്പമൊക്കെ കോരി ഇങ്ങനെ മാറ്റിയായിരുന്നു. അത് എന്നോട് പറഞ്ഞു എന്നാൽ അതവിടെ വെക്കുക, എന്നിട്ട് ഈ ഏത്തയ്ക്കാപ്പം കൊണ്ടുപോയി അടുക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കി കൊണ്ടുപോയി ഇടണ്ടേ. അപ്പം ഞാൻ ഏത്തയ്ക്കാപ്പം ഇങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നേ, ഏത്തയ്ക്കാപ്പം കൊണ്ടുപോയി അപ്പുറത്തെ തട്ടിൽ അടുക്കുമായിരുന്നു. അപ്പം അമ്മ പറയുക ഇങ്ങനെയാണെങ്കിൽ ഇന്ന് മിക്കവാറും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും ഉച്ചയ്ക്ക്. അങ്ങനെ അതൊക്കെ പറക്കി അടുക്കി വെക്കുകയാണ്. എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് എത്തണ്ടേ, പിള്ളേർ വരുന്നതിന് മുമ്പ് തിരിച്ചു പോകണ്ടേ. അപ്പോൾ അമ്മ പറഞ്ഞു വേഗം പറക്കി ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം പറക്കിയൊക്കെ ഇട്ട് അടുക്കി വെച്ചു. പറക്കിയിട്ട് അങ്ങോട്ട് തീരുന്നില്ല. പിന്നെ ആ സാധനം ഉണ്ടല്ലോ നമ്മൾ പലഹാരം എടുക്കുന്നത്, ആ സാധനത്തിൽ പിടിച്ചിട്ട് വരുന്നുമില്ല. പിന്നെ വേഗം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ചൂടായതുകൊണ്ടുണ്ടല്ലോ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ ആവി അടിച്ചിട്ട് കാണാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് കാണാം. ബോണ്ടേ ഏത്തയ്ക്കാപ്പവും പരിപ്പുവട മാത്രമേ ഇപ്പോൾ ഇട്ടുള്ളൂ. പിന്നെ അമ്മ 4 മണിയൊക്കെ ആകുമ്പോഴേ മുട്ടയും മുളകും ഉള്ളിവട അതൊക്കെ എടുത്തോളൂ. പിന്നെ നല്ല കാറ്റാണ് കേട്ടോ, നമ്മുടെ കടയുടെ അവിടെ കണ്ടോ, കഴിക്കാനൊക്കെ സൗകര്യമുണ്ട്, ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര കാറ്റാണ്, എപ്പോഴും നല്ല കാറ്റാണ് കണ്ടോ. അപ്പം തന്നെ കണ്ടോ മരമൊക്കെ ഇലയൊക്കെ കിടന്നിങ്ങനെ ആടുന്നുണ്ടോ, ഭയങ്കര കാറ്റാണ്. പിന്നെ നല്ല വ്യൂ ഒക്കെയാണ്. അമ്മ പറഞ്ഞെന്നാൽ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞില്ലേ, എന്നാൽ താഴത്തോട്ട് പോയി അവിടുത്തെ സ്ഥലമൊക്കെ എന്നാൽ കാണിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ കടയുടെ ഇപ്പുറത്തുകൂടി ഒരു വഴിയുണ്ട് താഴത്തോട്ട്, കടയുടെ തൊട്ട് താഴെ തന്നെയാണ് പാലം. അപ്പോൾ ആ വഴിത്തൂടി വന്നിട്ട് ഞാൻ പിന്നെ പാലത്തിൻ്റെ താഴെയുള്ള ഇതാണ്, അവിടെ ഒരു കുളമല്ല സോറി, ഒരു തോട് ഇങ്ങനെയുണ്ട്. അവിടെ നിറച്ച് ആമ്പലൊക്കെ ഉണ്ടായിരുന്നു, നിറച്ചല്ല അവിടെ ഇവിടെയൊക്കെ കുറച്ച്. ഇത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് കേട്ടോ ഈ ആമ്പൽ ഫുള്ളാവുന്നത്. ഇവിടെ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ റീലൊക്കെ കണ്ടിട്ടില്ലേ, കുറേ ആമ്പൽ ഇങ്ങനെ പൂത്ത് കിടക്കുന്നത്, അതിവിടെയാണ്. പിന്നെ ഈ വയലിലാണ് പൂക്കുന്നത്. ഇപ്പോൾ അവിടെ നെല്ലിട്ടേക്കുന്നതുകൊണ്ട് നല്ല മനോഹരമായ നെല്ലുകളിങ്ങനെ വളർന്ന് നിൽക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കാണ് ആമ്പൽ വരുന്നത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് കുറേ നടക്കാനുണ്ട്. പിന്നെ ഒറ്റയ്ക്കുമാണ്, നല്ല വെയിലായിരുന്നേ. ആ തെങ്ങ് നിൽക്കുന്നതിൻ്റെ അവിടേക്ക് ഉള്ളായിരുന്നു കുറച്ചൊക്കെ തണൽ. അങ്ങനെ കണ്ട ആമ്പൽ കണ്ടോ അവിടെയൊക്കെ. പിന്നെ വേറൊരു സൈസ് ഒരു പൂവും ആ വെള്ളത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്, അത് എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു റോസ് കളർ ലൈറ്റ് അങ്ങ് വരെ കിടപ്പുണ്ട്. ഞാൻ പറയൂ നല്ല സ്ഥലം, ആരെങ്കിലും വീഡിയോ എടുത്തു തരാണ്ടായിരുന്നെങ്കിൽ 2 റീലൊക്കെ എടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഏട്ടനെയായിട്ട് ഒരു വട്ടം വന്നിട്ട് റീലൊക്കെ എടുക്കാമെന്ന് കരുതിയേ, ഏട്ടനുള്ളപ്പം വരാമല്ലോ, അന്നേരം എടുക്കാമെന്ന് വെച്ചു. പിള്ളേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായാലും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ട് അവരില്ലാത്തപ്പോൾ ഒരു വട്ടം വന്ന് എടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ അമ്മയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് സമയം പോയെന്ന് പറഞ്ഞ് വേഗം ഞാലിയാവഴി വരെ ബസ്സിൽ വന്നു. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് ബസ്സില്ലല്ലോ,
3:30 ഉള്ളൂ പിന്നെ ബസ്. അങ്ങനെ ഞാൻ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം 3 മണി ആവാറായായിരുന്നു. അപ്പം ഞാൻ കരുതി എന്നാൽ കുഞ്ഞിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി. ഞാൻ ചെന്നപ്പോൾ ഉണ്ട് എല്ലാ പിള്ളേരും ഉറങ്ങുമായിരുന്നേ. ദേവൂട്ടൻ മാത്രം ഇങ്ങനെ, ദേവൂട്ടനും അവൻ്റെ 2 ഫ്രണ്ട്സും ഇങ്ങനെ കണ്ണും തുറന്ന് ഇങ്ങനെ ആകാശത്ത് നോക്കി കണ്ണും തുറന്ന് കിടക്കുന്നു. ഒരുത്തനാണെങ്കിൽ കള്ള ഉറക്കം ഉറങ്ങി കിടക്കുന്നത് നോക്കിയേ. അതിനപ്പുറത്ത് കിടക്കുന്നത് എൻ്റെ കൂടെ തന്നെ ആയിരുന്നു ആ ചേച്ചിയുടെ ഡെലിവറി. ഡോണെന്നാണ്, അവൻ്റെ ഫ്രണ്ടാണ്. ഒരുമിച്ചാണ് അവർ ജനിച്ചത്, ഒരേ ദിവസം ഒരേ ഹോസ്പിറ്റലിൽ ഒരുമിച്ച് ഒരേ ടൈമിലൊക്കെ തന്നെയായിരുന്നു. അവനുമായിട്ട് ഇപ്പോൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അവൻ എന്നെ നോക്കുന്നുണ്ട്. ഞാനും അവൻ്റെ മമ്മിയും ഒരുമിച്ചല്ലേ വരുന്നത്. അപ്പം മമ്മി ഉണ്ടോ എന്നൊക്കെ നോക്കുവാണ്. അങ്ങനെ ദേവൂട്ടൻ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ അങ്ങ് മാറിയോ, ഭയങ്കര സന്തോഷം. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മമാരൊക്കെ വന്നാലും ടീച്ചർ പറയാതെ ആരും ഒരു പിള്ളേരും എഴുന്നേൽക്കത്തില്ല കേട്ടോ. ടീച്ചറിനോട് ചോദിക്കും, ടീച്ചറെ അമ്മ വന്നെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, ആണോ അമ്മ വന്നോ കണ്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ചിരിക്കുക. അപ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നെ എൻ്റെ കൂടെ വരാനുള്ള തയ്യാറെടുപ്പ് പോയി ബാഗൊക്കെ എടുത്ത് ടീച്ചറിനോട് പറഞ്ഞില്ലേ, വേഗം ഇറങ്ങി ഇങ്ങ് വരിക. അങ്ങനെ ഞാൻ പറയൂ ടീച്ചറിനോട് ചെന്ന് പറ, ടീച്ചർ പിണങ്ങുമെന്നൊക്കെ പറഞ്ഞു. അന്നേരം ടീച്ചർ പറഞ്ഞു, ആഹാ ആരോട് ചോദിച്ചിട്ടാണ് പോയത്, എന്നോട് പറയാതാണോ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അവനൊന്ന് വരട്ടിയേ. അങ്ങനെ പോകാൻ പറഞ്ഞു ടീച്ചർ. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്ക് അവൻ ഇനി നടക്കാൻ മേലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയി. ഭയങ്കര വെയിലല്ലായിരുന്നു, എന്ത് ചൂടായിരുന്നു എൻ്റെ ദൈവമേ. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം വാങ്ങിയ തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ, അതെടുത്തെന്നാൽ ജ്യൂസാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് ഞാൻ പോയി കൈയൊക്കെ കഴുകി തണ്ണിമത്തൻ ജ്യൂസാക്കിയില്ല, ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെള്ളം ശകലം പഞ്ചസാരയൊക്കെ എടുത്ത് എന്നിട്ട് കുഞ്ഞിന് ഞാൻ ആ തോടിലോട്ട് തന്നെ കൊടുത്തു. അവനപ്പോൾ ഇങ്ങനെ കഴിച്ചോളൂ. ഗ്ലാസ്സിൽ കൊടുത്താൽ അവൻ ചിലപ്പോൾ കഴിച്ചെന്ന് വരത്തില്ല. അതാകുമ്പം ആ ഒരു തോടിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരുന്ന് കഴിച്ചോളൂ. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇടുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അവനും പറഞ്ഞു, എന്നെ നോക്കിയിട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. ഫോൺ കൊണ്ടൊന്ന് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് നോക്കി കുറേ ആക്ഷനും കോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനിയിപ്പോൾ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കണം, ഇത് എഡിറ്റ് ചെയ്യണം. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ, സീ യു.